ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോണത് ബിസ്ക്കറ്റിനെ കുറിച്ചാട്ടോ. ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ഒറ്റയടിക്കൊക്കെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇരുന്ന് കഴിക്കണവരുണ്ടാവും. ഞാനും പെടും അതിനകത്തൊക്കെ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റ് 10 രൂപയുടെ പാക്കറ്റ്. ഇതിനകത്ത് MRPയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണില്ല, എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. അത് ഭയങ്കര കുഞ്ഞക്ഷരത്തിലാട്ടോ. എനിക്കത് ഞാൻ ഫോട്ടോ എടുത്ത് സൂം ചെയ്തൊക്കെ നോക്കി, എന്നിട്ടും മനസ്സിലായില്ല. ഈ ഒരു ഭാഗം മനസ്സിലായി, ഈ ഭാഗം മനസ്സിലാവുള്ളൂ, ഈ ഭാഗം മനസ്സിലാവും. അത്രയ്ക്കും കുഞ്ഞതായിട്ട് അവർ എഴുതിയേക്കണം. പിന്നെ മാത്രമല്ല, ഇതിവർ പാക്ക് ചെയ്ത് ഫോൾഡ് ചെയ്തേക്കണ രീതിയും ഭയങ്കര വ്യത്യാസമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ മടക്കിൻ്റെ അവിടെയൊക്കെയാണ് ആ എഴുത്തൊക്കെ വന്നേക്കണം. അതുകൊണ്ട് എന്താ എഴുതിയേക്കണമെന്ന് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം മാത്രം മനസ്സിലായി, ഈ ബിസ്ക്കറ്റിനകത്ത് കൂടുതൽ അടങ്ങിയേക്കുന്നത് ഷുഗറാണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി അഡൽട്ട്സ് ആയാലും കുഞ്ഞുങ്ങളായാലും ഡെയിലി ബിസ്ക്കറ്റ് കഴിച്ചാലുള്ള പ്രശ്നം ഭാവിയിൽ ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ ശരീരത്തിലെ ഇൻഫ്ലമേഷനൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതൽ. വല്ലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് കഴിക്കണത് കൊണ്ട് കുഴപ്പമില്ല. ഡെയിലി കുഞ്ഞുങ്ങൾക്ക് സ്നാക്സായിട്ട് ഈ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു വിടുന്നത് മാക്സിമം ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ്റെ ബിസ്ക്കറ്റൊക്കെ കിട്ടും, ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റുകളൊക്കെ. അതൊക്കെ കൊടുക്കണതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചെറിയ ചാനലാണ്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ.